ഈ തൂര് ഭാഗത്തെ ജനങ്ങൾ ഇന്നലെ രാത്രിയോടെ വലിയ ഭീതിയോടെയാണ് കഴിയുന്നത്. കാട്ടാന നാട്ടിലിറങ്ങി നാശം വിധിക്കുന്ന സ്ഥിതി. ഇന്നലെ ഒരു ജീപ്പ് ഉൾപ്പെടെ തകർത്തത് നമ്മൾ കണ്ടതാണ്. ഇന്ന് ജനവാസ മേഖലയിലൂടെയാണ് ഈ ആന സഞ്ചരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, ഇപ്പൊ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ആനയെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലുള്ള വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ആന നിൽക്കുന്നത് ഒരു ചതുപ്പ് പോലെയുള്ള ഒരു പ്രദേശത്താണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ അവിടെ ഈ തിങ്ങി നിൽക്കുന്ന വാഴകളും കവുങ്ങും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു പ്രദേശത്ത് ഈ ചതുപ്പ് കഴിഞ്ഞാൽ അതിന്റെ മോൾ ഭാഗത്തൊക്കെ ചുറ്റും ഭയങ്കര ജനവാസ മേഖലയിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഈ ഒരു ആന വന്ന വഴിക്കാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു പരിചയം വെച്ചിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മൾ വൈകുന്നേരം ഡ്രൈവിംഗ് ഓപ്പറേഷൻ ആരംഭിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ച് കയറ്റാനുള്ള ഒരു നടപടിയിലേക്കാണ് വനവകുപ്പും RRTയും ട്രോമ കെയറും പോലീസും ഒക്കെ മുന്നോട്ട് സഹകരിച്ചിട്ട് പോകുന്നത്. ഈ പുഴയ്ക്ക് അപ്പുറം ഇപ്പുറം ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ? അത് ആനയുടെ ഒരു രീതിയാണ് വെച്ചാൽ ആ ഭാഗത്ത് ജനങ്ങളുണ്ട്. അപ്പൊ ജനങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ആന തീർച്ചയായിട്ടും ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു വരും. അപ്പൊ പോലീസുകാര് ഞാനിപ്പോ അവിടെ പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസ് പറഞ്ഞ അവിടെയുള്ള ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ. അപ്പം തീർച്ചയായും വൈകുന്നേരത്തോടുകൂടി നമ്മളെ ഡ്രൈവിംഗ് സക്സസ് ആവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അടുത്ത് വനപ്രദേശങ്ങളുണ്ടോ? നമുക്ക് ഈ ഒരു നമ്മളെ തൊട്ടടുത്തുള്ള വനപ്രദേശത്തേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. ഡ്രൈവിംഗ് വെല്ലുവിളിയാവും. പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അതും ഈ റൂട്ടിൽ തന്നെയാണ് വന്നത്. ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് മുമ്പുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ തന്നെ. വൈകിട്ടോടെ ഡ്രൈവിംഗ് ഉറപ്പായിട്ടും ആരംഭിക്കും. അത് തന്നെയാണ്. ഈ പ്രദേശവാസികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ മുമ്പുണ്ടായ ഇഷ്യൂവിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്ത ഒരേ ഇതിൽ കൊണ്ടുപോയി. അപ്പൊ ഇത് കുറച്ച് പ്രയാസം വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പുഴയിൽ കുറച്ച് വെള്ളമുള്ള സമയമാണ്. ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളമുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് പുഴയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാഹചര്യം കൂടി ഉണ്ട്. അപ്പൊ ഇത് ആ ഭാഗത്തും ആളുകൾ തിങ്ങി നിൽക്കുകയാണ്, ഈ ഭാഗത്തും ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. ആന അങ്ങോട്ട് കയറുമ്പോൾ അവിടെയുള്ള ആളുകൾ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് തന്നെ ഇറങ്ങുകയാണ്, പുഴയ്ക്ക് തന്നെ ഇറങ്ങുകയാണ്. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവർക്ക് ഇത് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അത് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അതിനനുസരിച്ച് ജനങ്ങൾ പിന്നെ അവരതിനനുസരിച്ച് പെരുമാറും. ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ കണ്ടു ആ ഗേറ്റിന്റെ അടുത്തേക്കൊക്കെ വലിയ കൊമ്പുമായിട്ട് ആന വരുന്നത്. അപ്പൊ ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആ ഗേറ്റ് അടച്ച് നേരെ ആ വീടിന്റെ ഉള്ളിലേക്ക് നിൽക്കുക ചെയ്യുന്നത്. നല്ല ഉയരമുള്ള ആനയാണ്. പിന്നെ മുൻപ് വന്നത് സർ അന്ന് 2 ആനകളുണ്ടായിരുന്നു. അപ്പൊ അവര് 3 ആനകളുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ അവര് ടീമായിട്ട് പോകും. ഇത് ഒറ്റയാനാകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ആനയും ചിലപ്പോൾ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഈ ചെറിയ കുട്ടികളും എല്ലാ തരം ആളുകളും തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ പകലിപ്പോ ഈ സമയത്ത് വലിയ പ്രശ്നമല്ല. ഒരു 3 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ സിറ്റുവേഷൻ മാറുകയാണ്. അപ്പോൾ കുട്ടികളും എല്ലാവരും സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരും. അപ്പൊ ഈ ഒറ്റയാനും കൂടി ആകുമ്പോൾ എല്ലാ ആളുകളും ആശങ്കയിലാണ്. ഇപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആളുകളും കൂടി ഒന്ന് സഹകരിച്ചെങ്കിലും നമുക്കത് കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം വേണം അല്ലേ? ആളുകളുടെ ഭാഗത്തുനിന്ന് 100% സഹകരണം വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം തോന്നുന്നത് അറിയോ? ഇപ്പൊ ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കരുവാരൂർ പോലീസും അതുപോലെ ട്രോമ കെയറും 100-ലധികം ആളുകൾ ഇതിന്റെ നിരന്തരമായിട്ട് വണ്ടിയും വിട്ട് ജീപ്പും വിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. ഇവരെ എവിടെയാണ് ആന അവിടെ അവർ പിന്നാലെ എത്തുന്നുണ്ട്. പക്ഷേ ഉള്ള പ്രയാസം എവിടെയെന്ന് വെച്ചാൽ ഈ ആനയെ കാട്ടിലേക്ക് അങ്ങോട്ട് കയറ്റി വിടുന്നത് കുറേ ചെറിയൊരു പ്രയാസം തന്നെയാണ്. കാരണം 8 കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം ആന പോകാൻ. അത് മാത്രമല്ല പുഴ താണ്ടണം, റോഡുകൾ മുറിച്ച് കിടക്കണം, ജനവാസ കേന്ദ്രത്തിലൂടെ പോകണം. ഇപ്പൊ ആന കണ്ടത് മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളിലാണ്. ആനയെ ഓടിയതും കണ്ടതൊക്കെ അതൊരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും ഇവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത്ര വലിയ കരുത്തുള്ള ഈ പ്രവർത്തനം കാണുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഒരു ആശ്വാസം ഞങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അത് തന്നെയാണ്. എന്തായാലും വൈകിട്ടോട് കൂടി ആനയെ ഫോറസ്റ്റിലേക്ക് ഡ്രൈവ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. എത്രയും പെട്ടെന്ന് ആനയെ കാട് കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥരും ജനങ്ങളൊക്കെ തന്നെയുള്ളത്. നജീബിനൊപ്പം വി. സോളകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.